ഭക്തിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇതുപോലുള്ള അന്ധമായിട്ടുള്ള ഭക്തി ആ സമൂഹത്തിന്റെ നാശത്തിലെ അവസാനിക്കുകയുള്ളൂ. നമ്മുടെ തലസ്ഥാനത്ത് അങ്ങ് ഡൽഹിയിൽ രേഖാകുത്തിയുടെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. സ്കൂൾ ടീച്ചർമാരൊന്നും ഡൽഹിയിലെ സ്കൂൾ ടീച്ചർമാരൊന്നും ഇനി പഠിപ്പിക്കേണ്ട, അവർ സർവേക്ക് പോയാൽ മതി. എന്തിന്റെ സർവേ എന്നല്ലേ? തെരുവ് നായ്ക്കളെ സർവേ ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ജോബാണ് ഇപ്പോൾ ടീച്ചർമാർക്ക് കൊടുത്തിട്ടുള്ളത്. കേട്ടു നോക്കാം. Back with breaking updates now coming in. The Delhi government has directed school teachers to be deployed to count stray dogs across the national capital. The Directorate of Education has issued instructions to all district education officers to appoint nodal officers from educational institutions for this exercise. ടീച്ചേഴ്സ് അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ തൊപ്പിയിട്ട് അവനെ തല്ലാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആളെ കിട്ടുമോ? കിട്ടില്ല. ജയ് ശ്രീറാം വിളിക്കാത്തതിന് തല്ലാൻ വേണ്ടിയിട്ട് ആളെ കിട്ടുമോ? കിട്ടില്ല. ക്രിസ്മസ് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളെ കിട്ടുമോ? കിട്ടില്ല. ബീഫ് കടത്തുമ്പോൾ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആളെ കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ ഏകമാർഗം ഈ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ ഡ്യൂട്ടി അവർക്ക് കൊടുക്കുന്നു, തെരുവ് നായ്ക്കളുടെ സർവേ എടുക്കാൻ വേണ്ടി. അങ്ങനെ അയക്കഴിഞ്ഞാൽ രണ്ടിലും കൂടി ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന തലമുറക്ക് എഡ്യൂക്കേഷൻ അതൊരു കഷ്ടപ്പാട് തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നത് ഇത് തന്നെയാണ്. പല സ്കൂളുകളിലും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പല സ്കൂളുകളിലും പഠിപ്പിക്കുന്നത് സ്കൂളിൽ നിന്നും ക്ലാസ് റൂമിൽ ടീച്ചർ മസാജ് ചെയ്യുന്നതും കുട്ടികളെ കൊണ്ട് മസാജ് ചെയ്യിക്കുന്നതും എങ്ങനെയാണ് കുളിക്കുന്നതും ഒക്കെ പഠിപ്പിക്കുന്നതാണ് നോർത്ത് ഇന്ത്യയിലെ പല സ്കൂളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് കാണാം. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഈ കുറെ ഗൂൺസ് ഉണ്ടല്ലോ, ക്രിസ്മസ് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബീഫിന്റെ കടത്തുമ്പോൾ അതിൽ പ്രശ്നം ഉണ്ടാക്കാനും തൊപ്പിയിട്ട് അവരെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന ഈ ഗൂൺസ് ഈ നമ്മുടെ രാജ്യത്തിന് ഒരു ആവശ്യവുമില്ലാതെ ഇങ്ങനെ നടക്കുന്ന പറയണം. ഇവരെ ഏൽപ്പിക്കണം ഈ പണിയൊക്കെ. അങ്ങനെയെങ്കിലും അവരെ കൊണ്ട് രാജ്യത്തിനൊരു ഉപകാരം ഉണ്ടാവട്ടെ, അവരെ ഏൽപ്പിക്കുക. അല്ലാതെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനല്ല ഇതുപോലത്തെ ജോലി കൊടുക്കേണ്ടത്. അവരെ പഠിപ്പിക്കാൻ വിടൂ, അവർ പഠിപ്പിക്കട്ടെ കുട്ടികളെ. പുതിയ തലമുറ പഠിച്ചു വളരട്ടെ. അല്ലാതെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഇതേപോലെയുള്ള പുതിയ പുതിയ ഡ്യൂട്ടീസ് കൊടുത്തിട്ട് അവർക്ക് വീണ്ടും ബേർഡൻ ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു വീഡിയോ കാണാം. പണ്ടത്തൊക്കെ ഗവൺമെന്റ് ഉള്ളപ്പോൾ പണ്ടൊക്കെ വീടുകളിൽ കൊടുക്കുന്നത് ടിവിയും ലാപ്ടോപ്പും സൈക്കിളും കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാറ്. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാളും കത്തിയും ഒക്കെയാണ്. അതൊരു ഉത്തർപ്രദേശിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. പക്ഷേ വൈകാതെ തന്നെ ഇത് ഡൽഹിയിലൊക്കെ എത്തും. കാരണം എഡ്യൂക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് എന്തിനാണ് ലാപ്ടോപ്പും അല്ലെങ്കിൽ മറ്റു സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ? അവർക്കും ഇത് തന്നെയായിരിക്കും വേണ്ടതല്ലോ. മറ്റൊരു വീഡിയോ കാണാം. അന്ധഭക്തിന്റെ ഏറ്റവും പീക്ക് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വീഡിയോ. മെറ്റൽ ഡിറ്റക്ടറിനെ തൊട്ട് തൊഴുത് കയറുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഇതേപോലുള്ള ജനങ്ങളെ വാർത്തെടുക്കാനാണോ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുപോലുള്ള പല വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയൊക്കെ നല്ലതാണ്, പക്ഷേ ഇതുപോലുള്ള അന്ധമായിട്ടുള്ള ഭക്തി ആ സമൂഹത്തിന്റെ നാശത്തിലെ അവസാനിക്കുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.